ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തന്നെ തെറ്റിപ്പോയില്ലേ, സോറി കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാട്ടോ ഇന്നത്തെ വ്ളോഗ്. എൻ്റെ വീട്ടിൽ നിന്നുള്ളതാണ്. എൻ്റെ വീടൊന്നും കാണിക്കണില്ല, അന്ന് എടുക്കാൻ പറ്റില്ല. ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് കാണിക്കാമല്ലോ. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കടൽ കാണാൻ പോയി. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ കടലിലാണ്ട്. അപ്പോൾ കടൽ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പം അതൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തത് മാത്രം കേട്ടോ. അപ്പോൾ അതാ ഞാനും എൻ്റെ അനിയത്തിമാരും എൻ്റെ മക്കളും എൻ്റെ ഏട്ടൻ്റെ കുട്ടിയും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 3 മക്കളാണ്, 3 പെൺകുട്ടികളാണ്. ഞങ്ങളെ മൂത്ത ഒരാളുണ്ട് ഏട്ടൻ. അങ്ങനെ ഞങ്ങൾ 4 മക്കളാണ്, 3 പെൺകുട്ടികളുണ്ട് കേട്ടോ. മൂത്ത പെൺകുട്ടിയാണ് ഞാൻ. എൻ്റെ താഴെ 2 ആൾക്കാരുണ്ട്. അവരെ കല്യാണം കഴിഞ്ഞില്ല, എൻ്റെ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെത് എൻ്റെ ഏട്ടൻ്റെതും. അപ്പോൾ ഇതാ ചെറിയ ആളാണത്. പിന്നെ എൻ്റെ ബാക്കിൽ എൻ്റെ നടുക്കത്തെ ആളുണ്ട്, നടുക്കഷ്ണം. ആ നടുക്കഷ്ണമാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടാ. പിന്നെ ഇതാ കണ്ട റോട്ടിൽ കൂടെ ഞങ്ങൾ നടന്നിങ്ങനെ പോവാണ്. വണ്ടികളൊക്കെ പോണ കാരണം മക്കളെ 3 ആളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രായമല്ലേ. 3 ആളെ നമ്മൾ നോക്കണം. അപ്പോൾ 3 ആളെ കൈയും പിടിച്ചിട്ടാണ് നടക്കണത്. അപ്പോൾ അനിയത്തിയാണ് വീഡിയോ എടുക്കണേ. എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം സമ്മതിക്കില്ല. നമ്മളെ മക്കൾ സമ്മതിക്കണില്ല. നമ്മളെ മക്കൾ ഭയങ്കര കുരുത്തക്കെട് കുറച്ച് കൂടുതലാണ്. അപ്പം തീരെ അടുക്കണില്ല. പിന്നെ അവരെ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന നിറയെ വീടുകളാണ് കേട്ടോ. ഇവിടെ ഒക്കെ നിറച്ച് വീടുകളാണ്. ഇപ്പുറത്തൊക്കെ നിറയെ വീടുകളാണ്. നമ്മൾ പോണത് ഇതാ കണ്ടില്ലേ, ഇവിടൊക്കെ ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്ന വീടുകളാണ്. ഞങ്ങൾ ചെറുതാമ്പളെ വരുമ്പോൾ കാണുന്ന വീടുകളായിരുന്നു ഇതൊക്കെ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു കട ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങളെ യാത്ര. ഏത് കടയാണ്? ഒരു വല്യമ്മയുടെ ഒരു കട ഉണ്ട്. അവിടെ ഈ പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ടല്ലോ, ആ മിഠായികളൊക്കെ ഉണ്ട് അവിടെ. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ കട നോക്കിയിട്ടായി പോണത്. ഇതിനൊക്കെ പോയാൽ കടലിലാണ്ട് കയറാൻ പറ്റും. അതാണ്ടായി ചെറിയൊരു വഴി. ഇവിടെ പോയി കടലിലാണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും പോയില്ല. നമുക്ക് വേണ്ടത് ആ വല്യമ്മയുടെ കടയിൽ നിന്ന് പണ്ടത്തെ മിഠായികൾ കിട്ടണം. അപ്പോൾ ആ കട നോക്കിയിട്ടാണ് ഈ പോണത്. അതിലിടക്കൊരു കട കണ്ടു. അപ്പോൾ അവിടെ മിഠായികളുണ്ട്, പക്ഷെ പണ്ടത്തെ മിഠായി ഇല്ല. ഒക്കെ ഇപ്പോഴത്തെ മിഠായികളാണ്, ഇറങ്ങിയ മിഠായികളാണ്. അപ്പം ലേസ് മേടിച്ച് ഏതായാലും ആ കടയിൽ കയറിയില്ലേന്ന് കരുതിയിട്ട് ലേസ് വേണം തന്നെ. അപ്പോൾ ലേസ് മേടിച്ച്. ലേസൊന്നും ആരും മേടിച്ചു കൊടുക്കരുതിട്ടാ. പിന്നെ എൻ്റെ മക്കൾക്ക് കുറച്ച് വാശി കൂടുതലായ കാരണം പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിൽ കരഞ്ഞോട്ടെ എന്ന് വിചാരിക്കാം. കുറേ കൊണ്ട് കരഞ്ഞാൽ നിർത്തിക്കോളും എന്ന് വിചാരിക്കാം. ഇത് നമ്മൾ പുറത്തായ കാരണം ആൾക്കാർ പറയില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വാശിക്കാണ്ട് നിന്ന് കൊടുത്ത്. പിന്നെ എന്നാൽ അവരെ ദിവസമല്ലേ, അവർക്ക് കടലാണം പോകണമെന്ന് അവരെ ആഗ്രഹത്തിനാണ് നമ്മൾ പോണത്. അപ്പം എന്നായിക്കോട്ടെ, അവരെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് കരുതിയിട്ട് വാങ്ങിച്ചു കൊടുത്തെന്ന് മാത്രം. എല്ലാ അമ്മമാർക്കും അറിയണ്ടാവും, മക്കൾ വാശി പിടിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ അതിന് വഴങ്ങാണ്ട് ഒരു നിവർത്തിയുമില്ല. വേറെ ആരെന്ത് പറഞ്ഞാലും അമ്മമാർക്ക് അറിയാൻ പറ്റുക അത്. അപ്പം എൻ്റെ അനിയത്തി പറഞ്ഞു അവിടെ ഒരു വെളുത്തുള്ളി അച്ചാർ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു കുറേ കാലമായി വെളുത്തുള്ളി അച്ചാർ കഴിച്ചിട്ട്, അപ്പോൾ എനിക്ക് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അയാളോട് പറഞ്ഞിട്ട് അയാൾ വെളുത്തുള്ളി അച്ചാർ എടുക്കാൻ വേണ്ടി പോയിക്കേ കണ്ട. അപ്പോൾ അത് വേണം എന്നൊക്കെ പറയണ്ട. അവിടെ അങ്ങനെ വേലി പോലെ കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കയറുകൊണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറയാം കൊറോണ സമയത്ത് കിട്ടിയതാണ്. പിന്നെ മക്കൾ ഇങ്ങനെ കയറി കളിക്കുന്ന കാരണം അത് പിന്നെ ഊരിയൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടെന്ന് പറഞ്ഞു അയാൾ ചോദിച്ചപ്പോൾ. അപ്പോൾ വെളുത്തുള്ളി അച്ചാർ എടുക്കാൻ പോയതാ. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഇട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങളൊക്കെ അതിൽ കാണുന്ന തന്നെ. അപ്പോൾ ഒന്ന് ചിരിച്ചു തന്നിട്ടൊക്കെയാണ് പോയിരുന്നത് നേരത്തെ. എന്താ കണ്ടില്ലേ, വെളുത്തുള്ളി അച്ചാർ മേടിച്ചപ്പോൾ വെളുത്തുള്ളി അച്ചാറിന് മേടിക്കാൻ ആൾക്കാരാ. അങ്ങനെ അതൊക്കെ മേടിച്ച് വരെ കണ്ട. എൻ്റെ ഒക്കത്ത് കണ്ടില്ല ഒരാൾ കയറിയിരിക്കുന്നു. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പം എല്ലാവരുടെ കയ്യിലും ഓരോരുത്തരുണ്ട്. അപ്പം നമ്മൾക്ക് അവരെ വെറുതെ കയ്യാണ്ട് വിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതിനൊക്കെ പോയ കടലിനാട്ട് എത്താട്ടാ. അതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. നമുക്ക് അവരാണ്ട് വെറുതെ വിടാൻ പറ്റില്ല. ഏതിയനെ വണ്ടി വരാന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. പെട്ടെന്നാവും വണ്ടി വരുന്നത്, കണ്ടില്ലേ. ഇതേപോലെ വീട്ടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഓരോ ഊടുവഴികളുണ്ട് കടലിനാട്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വണ്ടികൾ ഇങ്ങനെ വരും. അപ്പം നമുക്ക് മക്കളെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം. അപ്പം അനിയത്തി പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടന്നോ, മക്കളെ നോക്കിക്കോന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ എടുത്തോട്ടെ എന്ന് കരുതി. നമുക്ക് മക്കളെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വല്യമ്മയുടെ കട തിരഞ്ഞിട്ടാണ് ഈ പോണത്. അല്ലെങ്കിൽ നമുക്ക് ആ ഊടുവഴി കൂടെ ഒക്കെ കടലിനാണ്ട് കയറാം. പക്ഷെ കടയിൽ നിന്ന് മിഠായി കിട്ടാണ്ടാണ് നമ്മുടെ ലക്ഷ്യം. അത് കാരണം നമ്മൾ ആ കട തിരഞ്ഞിട്ടാണ് ഈ നടക്കുന്നത്. അങ്ങനെ കട കണ്ടു. ഇതാണ് ആ കട കേട്ടാ. അപ്പം ആ കടയിൽ കയറി നോക്കിയപ്പോൾ മിഠായി പണ്ടത്തെ പോലെ തന്നെ മിഠായികളൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കണ്ടത്. ആ കട കണ്ടെത്തിയതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കണ്ടത്.
അപ്പം അങ്ങനെ ഇതാ മിഠായികളൊക്കെ നോക്കണം. അപ്പം ആ വല്യമ്മാനായിട്ട് ഞങ്ങൾ ഓരോ കഥകൾ ഇങ്ങനെ പറയായിരുന്നു. ഞങ്ങൾ മുന്നേ അങ്ങോട്ട് വന്നിരുന്നു, ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ, വയസ്സായില്ലേ. അപ്പം ഞങ്ങൾ മുന്നേ അങ്ങോട്ട് വന്നിരുന്ന കടയിരുന്ന് ഞങ്ങൾ ഇവിടുന്ന് മിഠായിയൊക്കെ മേടിച്ചിരുന്നവരാണെന്നൊക്കെ അങ്ങനെ പറയായിരുന്നു. അപ്പം ആ പണ്ടത്തെ ഓരോ കഥകളും ഇങ്ങനെ ഓരോ കഥകൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരിക. അപ്പോൾ അന്ന് കാണുമ്പോൾ ഇന്ന് കാണുമ്പോഴൊക്കെ ആ വല്യമ്മ അതേപോലെ തന്നെ ഉണ്ട്. നമ്മളെ കഥ ആ വല്യമ്മയുടെ പ്രായമായി വരുന്നത്. പക്ഷെ ആ വല്യമ്മ അങ്ങനെ തന്നെ ഉണ്ടല്ലോ എപ്പോഴും, അല്ലേ? അല്ല, നിങ്ങളോട് പറഞ്ഞിട്ടോ നിങ്ങൾക്കറിയോ? അപ്പോൾ ഓരോ മിഠായി ഞങ്ങളിങ്ങനെ മേടിക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാ കുട്ടികൾക്ക് മിഠായി എന്തോ പറഞ്ഞിട്ട്. അപ്പം എൻ്റെ മോനും ഓരോ മിഠായി പറയുന്നുണ്ട്. അമ്മ ആ മിഠായി മേടിച്ചു തരുമോ, ഈ മിഠായി മേടിച്ചു തരുമോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ പൊടിയച്ചാറ് വേണമെന്നാണ് പറയുന്നത്. പൊടിയച്ചാറ്, ജോക്കർ മിഠായി, കട്ടി മിഠായി, നെയ്വട, അതൊക്കെ ഉണ്ട് അവിടെ. അപ്പം അതൊക്കെ അത് ജോക്കർ മിഠായി. പക്ഷെ അത് മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ 3 ഉള്ളൂ. അത് കുറച്ച് പഴക്കമുള്ള പോലെ തോന്നുന്നു കണ്ടിട്ട്. അപ്പം അത് വാങ്ങിച്ചില്ല. പിന്നെ ഇതാ കട്ടിമുട്ടായി. നിങ്ങളവിടെയൊക്കെ എന്താ പറയുക, കട്ടിമുട്ടായി അറിയോ? ഞാൻ കാണിച്ചു തരണ്ട കേട്ടാ. കട്ടിമുട്ടായി ഉണ്ട്, പൊടിയച്ചാറ്, നെയ്വട, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങളവിടെ അങ്ങനെയൊക്കെയാണ് പറയുക പേര്. തക്കാളി മിഠായി ചോന്നിരിക്കുന്ന മിഠായി ഉണ്ടല്ലോ, അതാണ് തക്കാളി മിഠായി. നെയ്വട അല്ല, നെയ്മിഠായി എന്ന് പറയും. പിന്നെ തേനാറെന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്നു ആ മിഠായിക്ക്. ഞങ്ങളിവിടെ തക്കാളി മിഠായി എന്നാ പറയാം. തക്കാളി പോലെ ഞാൻ ചോന്ന് തുടുത്ത കാരണം അങ്ങനെ പറയാറ്. അപ്പം അത് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് മിഠായി, പണ്ടത്തെ കുറച്ച് മിഠായികളൊക്കെ ഞങ്ങളിങ്ങനെ മേടിച്ചു. അപ്പോൾ ഇവള് കടയൊക്കെ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കണം. വലിയമ്മ ഓരോ കഥകൾ ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഈ പണ്ടത്തെ ആൾക്കാരായിട്ട് നല്ല രസമാണ്. പണ്ടത്തെ ഓരോ കഥകൾ പറയാം, നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്ന അവരെ കഥകൾ. നമ്മളറിയാത്ത ഓരോ കഥകളാവും, നമ്മൾ അനുഭവിക്കാത്ത ഓരോ കഥകളാവും പറഞ്ഞുതരാം. നമുക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മിഠായിയൊക്കെ വാങ്ങിച്ച്, അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഇടവഴി ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ കടൽ കാണാനായിട്ട് കയറി. അപ്പം നിറയെ വീടുകളൊക്കെ, ഇവിടെ ഒക്കെ നിറയെ വീടുകളാണ്. കണ്ടില്ല, കടൽ കയറി ഇനി കയറാനില്ല കടൽ. അങ്ങനെ കയറി അവിടെ കല്ലിട്ടിട്ടുള്ള അവിടെയാണ്. അവിടുന്ന് കടൽ കയറിയിട്ട് കണ്ടില്ല, ഇവിടെ വരും മണ്ണ് നിറച്ചിട്ടുണ്ട്. ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് ഇട്ടിട്ടുണ്ട്. വെള്ളം കയറിയിട്ടല്ല അപ്പം അങ്ങനെ കിടന്നു. ഇപ്പം വെള്ളം ഒന്ന് ഇറങ്ങിക്കണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കയറും. മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. ഇവിടെ ഉള്ളവരൊക്കെ താമസം മാറും, ഇവിടെ ഉള്ളവരൊക്കെ പോകും ഇവിടുന്ന്. അപ്പം മിഠായി തായോന്ന് പറഞ്ഞ് മക്കൾ ഇങ്ങനെ വാശി പിടിക്കണ്ടായിരുന്നു കേട്ടാ. അപ്പം ഈ മക്കളെല്ലാവരും ഒക്കത്ത് മക്കളായ കാരണം പിന്നെ അതിനൊന്നും നിന്നില്ല. മിഠായി തരലൊന്നും നടക്കില്ല. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് പോയി നിന്നിട്ട് മിഠായി തിന്നാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം കണ്ടില്ലേ, നിറയെ വീടുകളാണ് അവിടെയൊക്കെ. അപ്പം 2 ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ഇതാ കുശല അന്വേഷണം. അവർ ഭയങ്കര കഥ പറച്ചിരുന്നായി. ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ അവർക്ക് ചിരി വന്നതാട്ടാ. അവർക്ക് ചിരി വന്ന് ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ ഞങ്ങൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ മിഠായി മേടിച്ചിട്ടുണ്ട്. ഓക്കെ ലേസൊക്കെ പോലത്തെ ഒരു മിഠായി. ഓക്കെ അങ്ങനത്തെ മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം അതായിട്ടൊക്കെ കണ്ടായില്ല. ഇവിടെ ഒക്കെ നിറയെ ആൾക്കാരാ. അവരൊക്കെ വൈകിട്ടായി ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കാറ്റും കൊണ്ട് വർത്താനം ഇങ്ങനെ പറഞ്ഞിരിക്കും. അപ്പം അതേപോലെ എന്താ ഇരുട്ടായി. ഞങ്ങൾ എത്തിയപ്പോൾ 6:30 മണിയായിരുന്നു. അപ്പം ഇരുട്ടായിരുന്നു. അസ്തമയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയില്ല. മിഠായിയൊക്കെ മേടിച്ച് വന്നപ്പോഴേക്ക് അതൊക്കെ പറഞ്ഞു തന്നപ്പോൾ നേരം വൈകി. അപ്പം ഏതായാലും നമ്മൾ അസ്തമയം കണ്ടല്ല ലക്ഷ്യം. അസ്തമയം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. നമുക്ക് മിഠായി തിന്നണ്ടേന്ന് ലക്ഷ്യം. മക്കൾക്ക് പിന്നെ വെള്ളത്തിൽ കളിക്കുക, കടൽ കാണാതെ തന്നെ. നമുക്ക് മിഠായി തിന്നേണ്ടത്. ഇതാണ് കട്ടിമിഠായി. ഈ കാണാൻ കട്ടിമിഠായി. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇതിനെന്താ നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താ പേര് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയുന്നവർ. ഞങ്ങളവിടെ കട്ടിമിഠായി എന്ന് ഞങ്ങൾ പറയാം. പിന്നെ മൈസൂർ പാക്ക്, നെയ്വട, ഇതെന്താ ഒരു അണ്ടിപ്പരിപ്പ് പോലെ അങ്ങനെയുള്ള നല്ല രസമുള്ള മിഠായി. പൊടിയച്ചാറ്, ഇത് നെയ്വട. ഇതാണ് കട്ടിമിഠായി. പിന്നെ പാൽക്കോവ, അങ്ങനത്തെ ഒക്കെ കുറച്ച് മിഠായികളൊക്കെ മേടിച്ചു. കണ്ടാ കഴിക്കണ തിരക്കില്ല. കടൽ കാണാൻ വന്നവർ കടലാണുന്ന തിരക്കല്ല, മിഠായി തിന്നണ തിരക്കാ. പിന്നെ നമ്മൾ ഇവരപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളും ചെറുപ്പായി മാറും. കണ്ടില്ലേ, ഞങ്ങളൊക്കെ മിഠായി തിന്നണ തിരക്കില്ല. മക്കളൊപ്പം കളിക്കുമ്പോൾ നമ്മളും ചെറുപ്പായി മാറും. അപ്പോൾ ഒരു പാർക്കിലായാലും ബീച്ചിലായാലും നമ്മൾ അവരെ കൂടെ പോകുമ്പോൾ നമുക്കും അവരൊപ്പം കളിക്കുമ്പോൾ നമ്മൾ ഇത്ര പ്രായമായി, നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇത്ര ആയവരാന്ന് നമുക്ക് തോന്നില്ല. നമ്മൾ കളിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അവിടുന്ന് വരുമ്പോഴത്തേന് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇരുട്ടായി വരുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീടും ഒന്നും എടുക്കാൻ പറ്റില്ല. വീടൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ കാണാം കേട്ടോ, ഞാൻ കാണിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. വരുമ്പോൾ ഇരുട്ടായി ഇറങ്ങുമ്പോഴും എടുക്കാൻ പറ്റില്ല. മക്കൾ സമ്മതിച്ചില്ല. അപ്പോൾ അതിനൊന്നും സമ്മതിച്ചില്ല. ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് അതൊക്കെ എടുക്കുന്നതായിരിക്കട്ടെ ഞാൻ. പിന്നെ ഇതാ കുറച്ചു നേരം അവിടെ നിന്നു, ഇങ്ങനെ മക്കളായിട്ട് കളിച്ചു. മക്കൾക്ക് ഭയങ്കര പേടിയുള്ള മക്കളായിരുന്നു വളർത്തി. ഇപ്പൊ ഒരു പേടിയില്ലാണ്ടായി. ഇപ്പൊ ഭയങ്കര കളിയാ മക്കൾക്ക്.
ഇപ്പൊ നമ്മക്കാ പേടി അവരായിട്ട് ഇറങ്ങാൻ, അവർക്കൊരു പേടിയില്ലാണ്ടായി. അങ്ങനെ ഞാൻ ചീത്ത പറഞ്ഞിട്ടൊക്കെയാണ് അവരിട്ടുണ്ട് പോകുന്നത്. അതുവരെ വരാണ്ട് നിൽക്കുകയായിരുന്നു, കുറച്ചേരം നിൽക്കാമ്മന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വീഡിയോ ഇനി അടുത്ത വീടും പരിസരങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ എത്ര എടുത്തുള്ളൂ, വരുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല, അതിനുള്ള സമയം കിട്ടില്ല. പിന്നെ ഇരുട്ടായി, നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ അതിനൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടാ. ഇതാ എല്ലാവർക്കും ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് പോവാൻ നിൽക്കാണ്. ഈ നനഞ്ഞിട്ട് മണ്ണും ചളിയൊക്കെ ആയിട്ടാണ് ഈ നടക്കുന്നത്. പോവഞ്ഞി കുറച്ചേരൊക്കെ നിന്ന് എൻജോയ് ചെയ്ത് മിഠായിയൊക്കെ കഴിച്ച് ഒരു നെസ്റ്റ് ആയിരുന്നു, നല്ലൊരു വൈബായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കടലാണം പോയതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടോ. ഞാനും എൻ്റെ മക്കളും എല്ലാവരും എൻ്റെ അനിയത്തിമാരൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഇരുട്ടായി. ഇതിൻ്റെ ഒരു പോസിങ്ങാ. മൈസൂർ പാക്ക് ഭയങ്കര ഇഷ്ടമാണ്, മൈസൂർ പാക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ബൈ.